അയ്യോ, എനിക്കങ്ങ് സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യ. ഈ സന്തോഷം നമുക്ക് നല്ല ഗംഭീരമായി തന്നെ ആഘോഷിക്കണ്ടേ? ഓടി വന്ന് അപ്പുവിനെ ചുറ്റിപ്പിടിച്ച് കവിളിൽ മുത്തിക്കൊണ്ട് അച്ചു ചോദിച്ചു. പിന്നെ ആഘോഷമാക്കാൻ വേണ്ടിയല്ലേ നമ്മൾ കേക്കൊക്കെ വാങ്ങി വന്നത്? ഈ ബഹളത്തിനിടയിലേക്ക് കയറി വന്ന് അമ്മയും ഫായിസും. എല്ലാരെയും അറിയിച്ചു കഴിഞ്ഞിട്ടാണല്ലേ ഇങ്ങോട്ട് വന്നത്? നോക്കിക്കോ, അവരൊക്കെ പൊയ്ക്കോട്ടെ, വച്ചിട്ടുണ്ട് ഞാൻ. കണ്ണുരുട്ടിക്കൊണ്ട് കാശിയുടെ കാതോരം മെല്ലെ പറഞ്ഞു അപ്പു. എല്ലാവരും പോയി കഴിഞ്ഞ് എൻ്റെ അപ്പൂട്ടൻ തരുന്ന എന്ത് കാശിയേട്ടൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അവനും അതുപോലെ തന്നെ മുഖം അവൾക്കടുത്തേക്ക് ചായച്ചുകൊണ്ട് കള്ളശ്ശിരിയോടെ പറഞ്ഞു. ഇതെന്താ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് രണ്ടിനും അവിടെ ഒരു രഹസ്യം പറച്ചൽ? കണ്ണു മുഴിപ്പിച്ചുകൊണ്ട് അച്ചു തിരക്കി. അതുണ്ടല്ലേ അച്ചു, അപ്പുവിന് വലിയൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാമെന്ന് ഞാൻ പറയുമായിരുന്നു. കാശി ചമ്മിയൊരു ചിരിയോടെ പറഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാനായി ടേബിളിൽ എടുത്തു വെച്ചു. അമ്മായിനെയും അങ്കിളിനെയും വിളിച്ചു പറഞ്ഞില്ലേ കാശിയേട്ടാ? കേക്ക് എടുത്ത് വെച്ചുകൊണ്ട് നിന്ന് കാശിയോട് അപ്പു ചോദിച്ചു. ഞാൻ വിളിച്ചു പറഞ്ഞു. രണ്ടാൾക്കും ഇവിടെ ഇല്ലാത്തതിൽ സങ്കടമുണ്ട്, കാശി ചിരിയോടെ പറഞ്ഞു. അതൊന്നും സാരമില്ല, ജോലിയുടെ കാര്യമല്ലേ, ഇന്ന് ഒരു ദിവസം കഴിഞ്ഞാൽ അവരിങ്ങെത്തുമല്ലോ, രാധ പറഞ്ഞു. ഏതു പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ എന്തോ ആവശ്യത്തിന് പോയതാണ് അയാൾ. അയാളെ പിരിഞ്ഞിരിക്കാൻ വയ്യെന്ന് പറഞ്ഞ് അരുന്ധതിയും കൂടെ പോവുകയായിരുന്നു. അച്ചുവും അപ്പുവും കൂടെ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. കഴിച്ചതിനൊപ്പം ആ രാത്രി അപ്പുവിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാഘോഷം തന്നെയായിരുന്നു രാഗത്തിൽ നടന്നത്. അറക്കലുള്ളവരും അമ്മയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ളവർ മാറി മാറി ഫോൺ വിളിച്ച് അഭിനന്ദിച്ചു അവളെ. അമ്മമ്മയും അപ്പൂപ്പനും വിളിച്ച് സന്തോഷം പങ്കുവച്ചു. മനുവും കുടുംബവും കൂടെ വന്നു ചേർന്നതോടെ കളിയും ചിരിയുമായി ഉറക്കമില്ലാത്ത ഒരു രാവായിരുന്നു അത്. അപ്പുവിനോട് PGക്ക് ചേരാൻ ആരൊക്കെ നിർബന്ധിച്ചിട്ടും അവൾ ബാങ്ക് കോച്ചിങ് എന്ന പല്ലവിയിൽ ഉറച്ചു നിന്നു. അച്ചു ആണെങ്കിൽ അടുത്തുള്ള ഒരു കോളേജിൽ വളരെ കഷ്ടപ്പെട്ട് PGക്ക് അഡ്മിഷൻ തരപ്പെടുത്തിയെടുത്തു. അപ്പുവിന് ക്ലാസ് ഉച്ചവരെയും അച്ചുവിന് 3 മണിവരെയും ആയിരുന്നു. രണ്ടാളും രണ്ടു വഴിക്കായി എന്നൊരു സങ്കടം അച്ചുവിനും അപ്പുവിനും ഉണ്ടായിരുന്നുവെങ്കിലും എന്നും വൈകുന്നേരം ഒന്നുകിൽ അച്ചു ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ കാശി വായനശാലയിൽ പോകുമ്പോൾ അപ്പുവിനെ അങ്ങോട്ട് കൊണ്ടുപോയി വിടും. തിരികെ വരും വഴി അവളെ കൂടെ കൂട്ടും. അങ്ങനെ അവരുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ദിവസങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോ ഞാൻ നിന്നെ കാത്തിരിക്കുമായിരുന്നു, ഒരു കാര്യം പറയാൻ. അതുപോലെ കാശിക്കൊപ്പം വീട്ടിലേക്ക് വന്ന പെണ്ണിനെ അവന്റെ അടുത്ത് നിന്ന് പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ഓടും വഴി അച്ചു പറഞ്ഞു. എന്താണ് കാര്യമെന്ന് പറയണ്ട അച്ചു, എന്നെയും ഓടിച്ചു നീയും ഓടി, എന്താ പെണ്ണെ നിനക്ക്? അച്ചുവിന്റെ കയ്യിൽ ഒരു പിച്ചു കൊടുത്തിട്ട് അപ്പു തിരക്കി. എടി, അമലേട്ടനോട് ആരോ പറഞ്ഞതാണ്, സത്യമാണോ എന്ന് അറിയില്ല എന്നാണ് ഏട്ടൻ പറഞ്ഞത്, അല്ലേ ഏട്ടത്തി? അച്ചു അത്രയും പറഞ്ഞിട്ട് ഉമയോട് തിരക്കി. എൻ്റെ അച്ചു, നീ കാര്യം പറയ്, അല്ലാതെ ഇങ്ങനെ അതിന് ടെൻഷനാക്കുന്നത് എന്തിനാ? എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയ അപ്പുവിന്റെ വിളറിയ മുഖം കാണെ അച്ചുവിനൊരു നുള്ളു വെച്ച് കൊടുത്തിട്ട് പറഞ്ഞ് അപ്പുവിനെ ചേർത്ത് പിടിച്ചു ഉമ. അയ്യോ സോറി എടി, അതേ ഞാൻ പെട്ടെന്ന് പറയാം, നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. വിനീതയില്ലേ, അവൾ ആ നിരഞ്ജനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു എന്നിട്ട് അവൾ അവന്റെ ഫ്ലാറ്റിൽ നിന്ന് താഴേക്ക് ചാടി. ചത്തില്ല എന്നും ചത്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്നാണ് ഏട്ടൻ പറഞ്ഞത്. രണ്ടെണ്ണവും ചത്താലും ഇല്ലെങ്കിലും കേട്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് ഇല്ലേ? അപ്പുവിനെ ചുറ്റുപിടിച്ച് നിന്നുകൊണ്ട് അച്ചു ചിരിയോടെ പറഞ്ഞു. സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അച്ചു, പക്ഷേ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് സ്വയം ഓർത്തോർത്ത് മരിച്ചതിന് തുല്യം ജീവിക്കണം ഇവറ്റകൾ. എനിക്ക് നിരഞ്ജനോട് ഉള്ളതിലും ദേഷ്യം വിനീതയോടാണ്. അവളുടെ സ്വന്തം സഹോദരിയായിരുന്നില്ലേ മിച്ചേച്ചി? അതിനൊരു തെറ്റ് പറ്റിയാൽ പറഞ്ഞ് നേർവഴിക്ക് കൊണ്ടുവരാതെ തെറ്റ് ചെയ്യിക്കാനായി പ്രേരിപ്പിച്ചത് ആ വിനീതയാണ്. അവൾ കാരണമാണ് അവളുടെ അച്ഛനും അമ്മയും മരിച്ചത്. എല്ലാത്തിനും അവൾ അനുഭവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ മരിക്കാതെ എഴുന്നേറ്റ് നടന്ന് സ്വന്തം കാര്യം പോലും ചെയ്യാനാവാതെ കിടന്ന് നരയിക്കണം ആ നിരഞ്ജനും, അപ്പു കിതപ്പോടെ പറഞ്ഞു. ഉള്ളതാണോ, അല്ലെങ്കിൽ ഈ വാർത്ത ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല അപ്പൂസേ. അമലേട്ടൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ഈ വിവരം അറിഞ്ഞത്. ന്യൂസ് ചാനലുകളിൽ നിന്ന് ഇതുവരെ ഇതേക്കുറിച്ച് ഒരു സൂചന പോലും വന്നിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും നമ്മളായി ആരോടും പറയാനും നിൽക്കണ്ട, ഉമ ഇരുവരോടുമായി നോക്കി പറഞ്ഞു. അപ്പു അതിനൊന്ന് നേർമയിലൊന്ന് മൂളിയതേയുള്ളൂ. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. ആ നിരഞ്ജന്റെ തലയ്ക്ക് മീതെ തന്നെ എത്രയോ പെൺകുട്ടികളുടെ ശാപവും കണ്ണുനീരും ഉണ്ടെന്നോ? പറഞ്ഞുകൊണ്ട് തന്നെ അപ്പുവിന് കഴിക്കാൻ നല്ല ചൂടുള്ള കുമ്പിളിയപ്പം പാത്രത്തിലേക്ക് എടുത്ത് അവളുടെ മുന്നിലേക്ക് നീക്കി വെച്ചു കൊടുത്തു ഉമ. എന്നാലും എന്താവും ഉമ്മേച്ചി ഈ വിവരം അവർ പുറത്തുവിടാത്തത്? അപ്പു ആലോചനയോടെ തിരക്കി. അതിലെന്താ അപ്പു ഇത്രയും ആലോചിക്കാൻ? അവർക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്, അതൊക്കെ മറക്കേണ്ടേ? എന്തായാലും ഈ വിനീതയ്ക്ക് ഇപ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ഈ വാർത്ത പുറത്തു വരാതിരിക്കാൻ കുറെ പണം വാരി എറിഞ്ഞിട്ടുണ്ടാവും പഞ്ചായത്ത് പ്രസിഡന്റ്. അയാളാണ് ആ നിരഞ്ജന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂടെ നിന്ന് ആ ചെറുക്കനെ ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞത്, ഉമ രോഷത്തോടെ പറഞ്ഞു. ശരിയാണ്, എല്ലാത്തിനും മോന് സപ്പോർട്ട് ആ തന്തയാണ്. എന്നിട്ടൊരു പറച്ചിലും എനിക്കെൻ്റെ മോൻ്റെ സന്തോഷമാണ് വലുതെന്ന്. ഇപ്പൊ മോൻ ചാവാറായി കിടക്കുമ്പോഴും രണ്ടും സന്തോഷിക്കുന്നോ ആവോ? അപ്പു ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്ക് പണ്ടേ ഈ വിനീതയെ ഇഷ്ടമല്ല.
മുൻപൊക്കെ കാശിച്ചേട്ടനെ കെട്ടണമെന്ന് പറഞ്ഞായിരുന്നല്ലോ നടപ്പ്. ആ വിനയ ടീച്ചറും മൃദുലയും ഈ വിനീതയും കൂടെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വരവുണ്ട്. അന്ന് അമലേട്ടൻ എങ്ങാനും അവിടെ ഉണ്ടെങ്കിൽ ആ മൂന്നിൻ്റെയും മുഖമൊന്ന് കാണണം. അവർക്ക് കാശിച്ചേട്ടനോട് താല്പര്യമുണ്ടെന്ന് അമലേട്ടൻ പറയും. പക്ഷേ കാശിച്ചേട്ടൻ സമ്മതിച്ചു കൊടുക്കില്ല കേട്ടോ. പിന്നെ കല്യാണം ആലോചിച്ച് വന്നപ്പോഴാണ് പുള്ളിക്കാരന് കാര്യം കത്തിയത്. ഉമ ചിരിയോടെ പറഞ്ഞു. കാണുന്ന പെണ്ണുങ്ങൾക്കൊക്കെ പ്രേമം തോന്നാ ഇയാൾ എന്താ ഉണ്ണി മുകുന്ദനോ? അങ്ങ് വരട്ടെ, ചോദിക്കണം. അപ്പു പല്ലു കടിച്ചുകൊണ്ട് പറയുന്നത് കേൾക്കെ അച്ചു പൊട്ടിച്ചിരിച്ചു പോയി. ഉമയാണെങ്കിൽ അറിയാതെ പറഞ്ഞും പോയി. അതൊക്കെ കേട്ട് ഇവളിനി എന്തൊക്കെ ഒപ്പിക്കുമോ എന്നൊരു ചിന്തയിൽ തലയിൽ കൈവച്ച് നിന്നുപോയി. നീ എന്താ എൻ്റെ അപ്പൂട്ട ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യമില്ലാതെ എന്നോട് ഇങ്ങനെ പിണങ്ങുന്നത്? അച്ഛൻ്റെ വീട്ടിൽ നിന്ന് തിരികെ വരുമ്പോഴും വന്നിട്ട് കാശിക്ക് മുഖം കൊടുക്കാതെ നടക്കുന്ന പെണ്ണിനെ പിടിച്ചു നിർത്തി ചോദിച്ചു കാശി. ആ, ഞാനിപ്പോൾ കുറച്ച് പിണക്കത്തിലാണ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എന്നോട് കുറച്ചു നേരം മിണ്ടണ്ട. മുഖം കനിപ്പിച്ചു പിടിച്ചു പറഞ്ഞ് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിപ്പോയി പെണ്ണ്. എൻ്റെ മഹാദേവ, എന്തിനാണോ ഈ പിണക്കം? നീ തന്നെ എന്നെ കാത്തോണേ. മനസ്സിൽ മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് കാശി അപ്പുവിൻ്റെ പിന്നാലെ പോയി. അപ്പോ മര്യാദയ്ക്ക് കാര്യം പറയുന്നുണ്ടോ? അതോ ഇനി ഞാൻ അങ്ങ് പിണങ്ങണോ? എനിക്ക് പിണങ്ങാനൊക്കെ അറിയാം. സെറ്റിയിൽ കാലും കൈയൊക്കെ ചുരുട്ടി മടക്കി വെച്ചിരുന്നിട്ട് അവനെ തുറച്ചു നോക്കുന്നുണ്ട് പെണ്ണ്. പക്ഷേ അവൻ പറയുന്നത് കേൾക്ക് ചെറുതായി ഒന്ന് അയഞ്ഞ മട്ടുണ്ട്. കാരണം കാശിയുടെ പിണക്കം അങ്ങനെയാണ്. പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ എന്തു ചോദിച്ചാലും മറുപടി പറയില്ല. അതുപോലെ ആഹാരം പോലും കഴിക്കാതെ ചെക്കൻ ഒറ്റ കിടപ്പ് കിടന്നു കളയും. പിന്നെ ഒന്ന് ഇണങ്ങി വരാനും താമസിക്കും. എന്നാൽ അവൻ്റെ ഭാഗത്ത് തെറ്റാണ് പിണക്കമെങ്കിൽ അവൻ എത്ര വേണേലും താഴ്ന്നു കൊടുക്കുകയും ചെയ്യും. അത് അപ്പുവിന് നല്ലോണം അറിയാം. അതുകൊണ്ടിപ്പോൾ കുഞ്ഞൊന്ന് തണുത്തിട്ടുണ്ട്. നീ കാര്യം പറയുന്നുണ്ടോ അപ്പോ? കയ്യിലിരുന്ന ഫോൺ ടേബിളിൽ വെച്ചിട്ട് അവളെ നോക്കി ഒന്നുകൂടെ ചോദിച്ചു കാശി. എല്ലാ പെണ്ണുങ്ങളും എന്തിനാ കാശിട്ടൻ്റെ പിന്നാലെ നടക്കുന്നത്? ലോകത്ത് വേറെ ആണുങ്ങളില്ലാത്തതുപോലെ ചോദിച്ചിട്ട് പെണ്ണ് ദേഷ്യത്തോടെ അവനെ തോച്ചു നോക്കി. അതിനിപ്പോൾ ആരാണ് എൻ്റെ പിന്നാലെ വരാൻ? കാശി ആലോചനയോടെ അവളെ നോക്കി. അല്ലെങ്കിലും ഈ ആണുങ്ങൾക്ക് കൂടുതൽ സൗന്ദര്യം പാടില്ല എന്ന് പറയുന്നത് ചുമ്മാതയല്ല. കെട്ടിയതാണോ എന്ന് അറിയാൻ ഞങ്ങൾ പെണ്ണുങ്ങൾക്കാണെങ്കിൽ കഴുത്തിൽ താലിയും നെറുകയിൽ സിന്ദൂരവുമുണ്ട്. നിങ്ങൾക്കോ ഈ കയ്യിൽ എൻ്റെ പേര് എഴുതിയ ഒരു റിങ് ഇട്ട് തന്നിരുന്നു. സ്വർണ്ണമിടാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് അതുമിടില്ല. ഇനിയിപ്പോൾ നോക്കിക്കോ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ ബാങ്കിൽ പുതിയ ഒരു പെണ്ണ് വരില്ലേ, രമ്യ, അവളും പിന്നാലെ വരും. അവൻ്റെ കൈയും തട്ടിമാറ്റി കുട്ടികളെ പോലെ മുഖവും വീർപ്പിച്ചു വെച്ച് ശ്വാസം വിടാതെ അവൾ പറഞ്ഞു. കാശിയാണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ പറയാൻ എന്താവോ കാരണമെന്ന് അറിയില്ല എങ്കിലും പെണ്ണിത്തിരി സങ്കടത്തിൽ കൂടെയാണെന്ന് തോന്നിയത് കൊണ്ട് മെല്ലെ അവൾക്കടുത്തേക്ക് ചേർന്നിരുന്നു. ഇപ്പോൾ കാശിയേട്ടൻ്റെ കുഞ്ഞിന് എന്തിനാണ് ഈ സങ്കടവും ദേഷ്യവുമൊക്കെ ചോദിച്ചു കൊണ്ടവൻ അവളെ പൊക്കിയെടുത്ത് മടിയിലിരുത്തി. മുഖം കുനിച്ചു പിടിച്ച് കണ്ണു നിറച്ച് വിതുമ്പുന്ന ചുണ്ടുകൾ ഉള്ളിലേക്ക് കടിച്ചു പിടിച്ചു കൂനി കൂടി മടിയിലിരിക്കുന്നവളെ കാണെ കാശിയുടെ നെഞ്ചിനുള്ളിൽ അവളോടുള്ള ഇഷ്ടം നുരഞ്ഞു പൊന്തിപ്പോയി. കാശിയേട്ടൻ്റെ അപ്പൂട്ട എന്തിനാ ഇപ്പോൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെടുന്നേ? കാശി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് അമർത്തി വെച്ചുകൊണ്ട് തിരക്കി. സോറി കാശിയേട്ട, ഇന്ന് ആ വിനീത കാശിയേട്ടനെ കെട്ടാൻ വേണ്ടി ഇരുന്ന കാര്യമൊക്കെ ഉമേച്ചി പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെയോ ഓർത്തുപോയി. അപ്പോൾ കുറേ സങ്കടം വന്നു, അങ്ങനെ പറഞ്ഞതാണ്. നിറഞ്ഞ കണ്ണുകളോടെ അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു കൊണ്ട് അപ്പു പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ വിഷമിക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ എൻ്റെ അപ്പൂസേ? നിന്റെ കാശിയേട്ടൻ നിന്റേത് മാത്രമാണെന്ന് നിനക്കറിയില്ലേ? അല്ലെങ്കിലും ആ പിശാചിനെയൊക്കെ അന്ന് ഞാൻ ഓടിച്ചല്ലേ, പിന്നെന്താ? അവളുടെ മുഖത്താകെ ചുണ്ടിഴച്ചുകൊണ്ടവൻ ചോദിക്കെ പെണ്ണൊന്നു പിടഞ്ഞു. അതൊക്കെ എനിക്കറിയാം. എന്നാലും ആരെങ്കിലും എൻ്റെ കാശിയേട്ടനെ നോക്കിയാലോ കാശിയേട്ടൻ്റെ പേര് വേറെ ആരുടെയെങ്കിലും ചേർത്ത് പറഞ്ഞാലോ ഒക്കെ എനിക്ക് കുശുമ്പ് വരും. അതുപോലെ കരച്ചിലും വരും. അപ്പോൾ പിണങ്ങാനും ദേഷ്യം കാണിക്കാനും ഒക്കെ തോന്നും. അപ്പോൾ അവൻ്റെ ചുണ്ടിലൊന്ന് കടിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു. അതൊക്കെ അപ്പൂട്ടന് നല്ല തല്ല് കിട്ടാഞ്ഞിട്ടാണേ പറഞ്ഞുകൊണ്ട് അവളുടെ ചെവിക്ക് പിന്നിൽ ചുണ്ട് ചേർത്തു കാശി. വേണേ ഇപ്പോൾ ഒന്ന് തല്ലിക്കോ, പക്ഷേ ആ രമ്യയോട് അധികം അടുക്കണ്ട. അന്ന് കാശിയേട്ടൻ എന്നെ അവൾക്ക് പരിചയപ്പെടുത്തിയപ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്ത ഒരു സങ്കടം ഞാൻ കണ്ടതാണ്. അവൻ്റെ നെഞ്ചിൽ മുഖം ചായച്ചു വെച്ചു അപ്പു പറഞ്ഞു. നാളെ മുതൽ എൻ്റെ അപ്പൂട്ടൻ എൻ്റെ വലത് കൈയിലെ മോതിരവിരലിൽ അണിച്ചു തന്ന എൻ്റെ കുഞ്ഞിൻ്റെ പേര് പതിപ്പിച്ച് ആ റിങ്ങിട്ടിട്ടേ ഇനി ഞാൻ പുറത്തേക്ക് പോകുകയുള്ളൂ. അതുപോലെ എൻ്റെ പൊന്നിന്. അവളെ കൊഞ്ചിച്ചുകൊണ്ട് കാശി തിരക്കി. പെണ്ണാവട്ടെ സന്തോഷത്തോടെ തലകുലുക്കി സമ്മതിച്ചു. അയ്യടാ, എന്താ ചിരി, എന്തൊരു സന്തോഷമാണെന്ന് നോക്കിക്കേ എൻ്റെ കുറിഞ്ഞുപൂച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്ത് വെച്ചു. നമുക്കൊരു കുഞ്ഞു വരാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് നിനക്കൊരു സന്തോഷവുമില്ലേ സോണി? കയ്യിലിരിക്കുന്ന 2 പിങ്ക് വര തെളിഞ്ഞു കാണുന്ന കാർഡിലേക്ക് നോക്കി ഒരു സന്തോഷവുമില്ലാതെ വെറുതെ ഇരിക്കുന്ന പെണ്ണിനോട് ആദി സങ്കടത്തോടെ തിരക്കി. ഒരമ്മയാവാൻ പോകുന്നതിൻ്റെ എല്ലാ സന്തോഷവുമുണ്ട്. പക്ഷേ എന്തോ മനസ്സ് തുറന്ന് അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെയോ വേദനിക്കുന്ന ചിന്തകളോടെ അവൾ പറഞ്ഞു. എന്താ സോണി, നിനക്കെന്ത് പറ്റി? ഈ സന്തോഷം നീ ആഗ്രഹിച്ചിട്ടില്ലേ? അവളുടെ മുഖം കൈകളിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആദി ചോദിച്ചു. ആഗ്രഹിച്ചിട്ടുണ്ട് ആദി. പക്ഷേ എൻ്റെയും നിൻ്റെയും ഒക്കെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ നമ്മുടെ കുഞ്ഞിനാവുമോ കിട്ടുന്നത് എന്നൊരു പേടി.
ആ ഒരൊറ്റ ചിന്ത കൊണ്ട് എനിക്ക് മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കാൻ പോലും ആകുന്നില്ല. വിറയാർന്ന വാക്കുകൾ അവൾ പറയവേ ഞെട്ടലോടെ ആദി അവളെ നോക്കി. സോണി ഡി. അവൾ പറഞ്ഞത് എന്തെന്ന് മനസ്സിലാക്കി തളർച്ചയോടെ ആദി വിളിച്ചു. എനിക്ക് പേടിയാവുന്നുണ്ടാകി. അത്ര ചെറിയ ഒരു തെറ്റല്ല ഇവരൊക്കെ ചേർന്ന് അരുന്ധതി അമ്മയോട് ചെയ്തത്. ഒരു പെണ്ണ് എന്ന നിലയിൽ ഇവരെയൊക്കെ ഞാൻ വെറുത്തുപോയത് പോലും ആ ഒരൊറ്റ സംഭവം കൊണ്ടാണ്. അതുപോലെ അപ്പുവിനോട് കാശിച്ചേട്ടനോടൊക്കെ ദ്രോഹമേ നിന്റെ അമ്മ ചെയ്തിട്ടുള്ളൂ. അവന്റെ തോളിൽ ചാഞ്ഞിരുന്ന് സോണി പറഞ്ഞു. ഒന്നും ഉണ്ടാവില്ല സോണി. ഒന്നും അറിയാത്ത നമ്മുടെ കുഞ്ഞിന് ഒരു കുറവുമില്ലാതെ ദീർഘായുസ്സോടെ ദൈവം നമ്മുടെ കയ്യിൽ വച്ചു തരും. നീ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് ഇന്ന് തന്നെ ഡോക്ടറെ കാണാൻ പോവാം. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിറമിഴിയോടെ ആദി പറഞ്ഞു. നമ്മളൊന്നും നല്ല മനുഷ്യരല്ല അല്ലേ ആദി? പണ്ടൊക്കെ എന്ത് അഹങ്കാരമായിരുന്നു എനിക്ക്. അപ്പുവിൽ നിന്ന് നിന്നെ പറിച്ചെടുത്ത് എല്ലാവരും കൂടെ എനിക്ക് തന്നപ്പോൾ ഈ ലോകം തന്നെ വെട്ടിപ്പിടിച്ചതുപോലെ തോന്നിയിരുന്നു. പക്ഷേ അതൊന്നും ശരിയായ കാര്യമല്ല എന്ന് ഇപ്പോൾ എനിക്കറിയാം. ആകെ ഒരു സമാധാനം അപ്പു ഒരിക്കൽ നിന്നെ ആഗ്രഹിച്ചിരുന്നില്ല എന്നത്. അവൾക്ക് സ്വന്തമായതിനെയല്ല ഞാൻ പിടിച്ചു പറിച്ചത് എന്ന്. അവളിന്ന് ഏറ്റവും നല്ലൊരു ജീവിതമാണ് ജീവിക്കുന്നത് എന്നത് മാത്രമാണ്. ഈ അവസ്ഥയിൽ ഒന്നും ഓർത്ത് വേദനിക്കരുത് നീ. എന്ത് വന്നാലും നിനക്കൊപ്പം എല്ലാത്തിനും ഞാനുണ്ട്. അവളെ തഴുകി തലോടി പറയുമ്പോൾ ആദിയുടെ മിഴികളും നിറഞ്ഞു പോയിരുന്നു. വീട്ടിൽ വെച്ചു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയ അന്ന് തന്നെ നാട്ടിലെ പേര് കേട്ട BBS ഹോസ്പിറ്റലിലെ നല്ലൊരു ഗൈനക്കോളജി ഡോക്ടറെ കണ്ടു. നിലവിൽ കുഞ്ഞിനോ അവൾക്കോ കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞതിന് ശേഷമാണ് സോണിക്ക് ഒന്ന് സമാധാനമായത്. ഇപ്പൊ നിനക്ക് സമാധാനമായോ സോണി? നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഇനി ഓരോന്ന് ചിന്തിച്ച് ഒന്നും വരുത്തി വെക്കല്ലേടി. ഡോക്ടറെ കണ്ട് അവർ എഴുതിയ മെഡിസിനൊക്കെ വാങ്ങി തിരികെ വന്ന് കാറിൽ കയറിയിരുന്നതും അവളെ ചേർത്ത് പിടിച്ച് വയറിൽ തഴുകിക്കൊണ്ട് ആദി പറഞ്ഞു. ആദി പറഞ്ഞതിന് അവൾ നേർമയായ പുഞ്ചിരിയോടെ മൂളി. പിന്നെ വയറിൽ തലോടുന്ന അവന്റെ കൈക്ക് മേലെ അവളുടെ കൈ ചേർത്ത് വെച്ചു. നമുക്ക് പോകുന്ന വഴി നിന്റെ വീട്ടിലും എൻ്റെ വീട്ടിലുമൊക്കെ കയറി പറയണം കേട്ടോ ഈ വിശേഷം. അവളുടെ നെറ്റിയിൽ ചുണ്ടെന്ന് അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. എനിക്ക് ആദ്യം അപ്പുവിനെയും കാശിച്ചേട്ടനെയും പിന്നെ അരുന്ധതിയമ്മയും കാണണം ആദി. ആദ്യം അവരോട് വേണം ഇത് പറയാൻ. അത് കഴിഞ്ഞു മതി എന്റെയും നിന്റെയും വീട്ടിലുള്ളവർ അറിയുന്നത്. മെല്ലെയാണ് പറഞ്ഞതെങ്കിലും നല്ല ഉറപ്പായിരുന്നു അവളുടെ വാക്കുകൾക്ക്. നിനക്കെന്താണോ സന്തോഷം അതുപോലെ ചെയ്താൽ മതി. നമുക്കിപ്പോൾ തന്നെ പോവാം. ഞാൻ ഏട്ടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് ആദി പറഞ്ഞു. എനിക്ക് അത് സന്തോഷം മാത്രമല്ല ആദി, ആഗ്രഹം കൂടെയാണ്. ആ അമ്മ എൻ്റെ വയറിലൊന്ന് തൊടണം. സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവർക്കാകുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നമ്മുടെ അച്ഛനമ്മമാർ ചെയ്ത തെറ്റിന്റെ ശിക്ഷ നമ്മുടെ കുഞ്ഞിനെ കിട്ടാതെ ഇരിക്കാൻ അവരോട് വേണം നമ്മളിത് ആദ്യം പറയാനെന്ന് എനിക്ക് തോന്നി. സോണി സീറ്റ് ബെൽറ്റ് പിടിച്ചിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു പറഞ്ഞു. അങ്ങനെ മനസ്സ് തോന്നുന്ന ഒന്നും ഇനി നീ ചിന്തിക്കല്ലേ സോണി. കാശിയെ വിളിച്ചു വീട്ടിലുണ്ടെന്ന് ഉറപ്പിച്ച് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ആദി പറഞ്ഞു. ഒന്നും ഓർക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം ആദി. പക്ഷേ സാധിക്കുമോ എന്നറിയില്ല. അല്ല, കാശിച്ചേട്ടൻ വീട്ടിലുണ്ടോ? ഉണ്ട്. ഏട്ടൻ മാത്രമല്ല അരുന്ധതി അമ്മയും അവിടെ ഉണ്ട്. ആദി കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. അമ്മയും അവിടെ ഉണ്ടല്ലോ, അത് നന്നായി. സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചുകൊണ്ടവൾ പറഞ്ഞു. എന്താ രണ്ടാളും മുറ്റത്ത് തന്നെ നിന്ന് കളഞ്ഞത്? കയറി വായോ. കാറിന്റെ ശബ്ദം കേട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്ന അപ്പു തന്റെ ചെടികൂട്ടങ്ങൾ നോക്കി നിൽക്കുന്ന സോണിയെയും അവൾക്കടുത്ത് തന്നെ നിൽക്കുന്ന ആദിയെയും കണ്ടു പറഞ്ഞു. ഏട്ടൻ എവിടെ പോയി അപ്പു? ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പുവിന്റെ പിന്നിൽ ആരുമില്ലെന്ന് മനസ്സിലായ ആദി സോണിയെ ഒന്ന് നോക്കിയിട്ട് അപ്പുവിനോട് തിരക്കി. അടുക്കളയിലാണ്. അമ്മയും കാശിയേട്ടനും കൂടെ ചിക്കൻ പക്കോട ഉണ്ടാക്കുവാണ്. നിങ്ങൾ വന്നത് അറിഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് കാറിന്റെ ശബ്ദം കേട്ടത്. അപ്പു തെളിഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു. അപ്പു ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? അവൾക്കൊപ്പം അകത്തേക്ക് കയറുന്നതിനിടെ സോണി ചോദിച്ചു. ഇന്ന് സാറ്റർഡേ അല്ലേ സോണി ചേച്ചി? ഇന്നും നാളെയും ക്ലാസ് ഇല്ല. നിങ്ങൾ ഇരിക്കൂ കേട്ടോ, ഞാൻ കാശിയേട്ടനെ വിളിച്ചിട്ട് വരാവേ. ഇരുവരെയും ഹാളിലെ സെറ്റിൽ ഇരുത്തിയിട്ട് അപ്പു പറഞ്ഞു. ആദ്യമാണോ അപ്പു വന്നത്? വർത്തമാനം കേട്ട് അപ്പുവിനോട് ചോദിച്ചുകൊണ്ടാണ് കാശി അങ്ങോട്ട് വന്നത്. ആ, സോണിയും ഉണ്ടായിരുന്നോ? നീയും ഉണ്ടെന്ന് ഇവൻ വിളിച്ചപ്പോൾ പറഞ്ഞില്ല കേട്ടോ. അവർക്ക് മുന്നിലായിരുന്നിട്ട് കാശി പറഞ്ഞു. അമ്മ, അരുന്ധതി അമ്മ, അമ്മയെ കൂടെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അടുക്കളയിലേക്ക് ഒന്ന് നോക്കിയിട്ട് സോണി പറഞ്ഞു. അമ്മയെ വിളിക്കപ്പൂ. ഞാനിപ്പോൾ അമ്മായിയെ വിളിക്കാട്ടോ. പറഞ്ഞിട്ട് അപ്പു അടുക്കളയിലേക്ക് പോയി. എന്താ കാശി? ആരാ ഇപ്പോൾ എന്നെ കാണാൻ വന്നത്? ചോദിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്ന അരുന്ധതി ആദിയെയും സോണിയെയും കണ്ടൊരു ചിരിയോടെ വന്ന് കക്ഷിയുടെ അടുത്തിരുന്നു. കാണാൻ വന്നത് ആരാണ് എന്ന് അപ്പു പറഞ്ഞില്ല കേട്ടോ. വിടർന്നത് ചിരിയോടെ അരുന്ധതി പറഞ്ഞു. അമ്മേ, അമ്മ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയോട് ഞങ്ങളുടെ അച്ഛനമ്മമാർ ചെയ്ത തെറ്റിന്റെ ശിക്ഷയൊന്നും അറിയാത്ത ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടാതെ ഇരിക്കാൻ വേണ്ടിയാണ്. അരുന്ധതിയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് അവരുടെ കാൽമുട്ടിൽ പിടിച്ചു പറഞ്ഞുകൊണ്ട് സോണി വിതുമ്പി കരഞ്ഞു. അയ്യോ, എഴുന്നേറ്റേ സോണി, നീ ഇതെന്താ മോളെ കാണിക്കുന്നേ? തന്റെ മുട്ടിൽ മുഖമമർത്തി നിലത്തു പടിഞ്ഞിരുന്ന് പറയുന്ന പെണ്ണിനെ അരുന്ധതി പിടിച്ചുയർത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ കുഞ്ഞെ,
10-30 വർഷം നൊന്തുപെറ്റ മക്കളിൽ ഒരുവൻ കൺമുന്നിലും ഒന്ന് കാണാമറയത്തും ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയാതെ ജീവിച്ച ഒരമ്മയാണ് ഞാൻ. ഇവർ എൻ്റെ മക്കളാണ് എന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷം. ഈ എന്നേക്കാൾ വളർന്ന മക്കളെ കണ്ട് മതിമറന്ന് സന്തോഷിച്ച ഞാൻ ഈ ഭൂമി പോലും കാണാത്ത പൊന്നോമനയ്ക്ക് ദോഷം വരണമെന്ന് ചിന്തിക്കുക പോലുമില്ല മോളെ. എല്ലാം ഐശ്വര്യത്തോടെയും ദീർഘായുസ്സോടെയും ആ കുഞ്ഞ് നിങ്ങൾക്കൊപ്പം ഉണ്ടാകണേ എന്നേ ഈ അമ്മ പ്രാർത്ഥിക്കും. അത് മാത്രമല്ല, നിങ്ങൾ എന്നോടോ എൻ്റെ കുഞ്ഞുങ്ങളോടോ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ അപ്പൂൻ്റെ കാര്യമാണെങ്കിൽ ആദ്യമേ അവൾ ആഗ്രഹിച്ചിട്ടേ ഇല്ലായിരുന്നു. പിന്നെ ആ ഒരു വിവാഹം കൊണ്ട് എൻ്റെ അപ്പൂനായാലും കാശിക്കായാലും നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് നിനക്കോ ഈ കുഞ്ഞിനോ ഒരു ദോഷവും ഉണ്ടാവില്ല. അവരുടെ മുന്നിൽ കണ്ണുനീരോടെ ഇരിക്കുന്ന സോണിയുടെ കവിളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് നിറഞ്ഞു തൂകുന്ന മിഴികളോടെ അരുന്ധതി പറഞ്ഞു. ഗർഭിണികൾ ഇങ്ങനെ പടിഞ്ഞിരിക്കാൻ പാടില്ല. മോൾ എഴുന്നേറ്റ് ആ സെറ്റിയിലേക്ക് ഇരിക്ക്. അരുന്ധതി പറഞ്ഞതും ആദി അവളെ മെല്ലെ എഴുന്നേൽപ്പിച്ച് തൻ്റെ അടുത്തിരുത്തി. ആദി, എടാ, ഇത്രയും നല്ലൊരു വാർത്ത ഇങ്ങനെ സങ്കടപ്പെട്ടാണോ പറയേണ്ടത്? ഒരിക്കൽ കൂടെ ഞാൻ വല്യച്ഛനായി, അല്ലേടാ? ജീവിതത്തിൽ ആദ്യമായി നിറഞ്ഞ മനസ്സോടെ ആദിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാശി തിരക്കി. സന്തോഷിക്കാൻ കഴിയുന്നില്ല ഏട്ടാ. എന്തൊക്കെയോ പേടിയിൽ സന്തോഷത്തിന് മേലെ സങ്കടം നിറയുന്നു. ഒരാശ്രയം കിട്ടിയതുപോലെ കാശിയുടെ തോളിൽ മുഖമമർത്തി വെച്ച് പറഞ്ഞു ആദി. ഒന്നുമില്ലടാ, ഇനി അങ്ങോട്ട് നീ വേണം സോണിയെ സന്തോഷത്തോടെ കൊണ്ടു നടക്കാൻ. ആദിയുടെ തോളിൽ തട്ടിക്കൊണ്ട് കാശി പറഞ്ഞു. സോണി ചേച്ചി, ഞാനൊന്ന് വാവയെ തൊട്ടു നോക്കിക്കോട്ടെ. ചായയും പലഹാരങ്ങളുമൊക്കെ ഡൈനിങ് ടേബിളിൽ മേലെ വെച്ചിട്ട് അവരെ വിളിക്കാമെന്ന് അപ്പു കാര്യം അറിഞ്ഞതും അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അതിയായ സ്നേഹത്തോടെ അതിലേറെ എന്തോ ഒരു കൊതിയോടെ ചോദിച്ചു. അപ്പു എന്തിനാ അനുവാദം ചോദിക്കണേ? ചോദിച്ചുകൊണ്ട് അപ്പുവിൻ്റെ കൈ പിടിച്ച് വയറിലേക്ക് ചേർത്ത് വെച്ചു സോണി. വാവേ, വല്യമ്മയാണേ, വേഗം വരണേ ഇവിടെ. എല്ലാവരും കാത്തിരിക്കുവാണേ ഈ പൊന്നുണ്ണിയെ കാണാൻ. സോണിയുടെ അടുത്തിരുന്ന് വയറിൻ്റെ ഭാഗത്തേക്ക് മുഖം താഴ്ത്തി മെല്ലെ തലോടി കൊണ്ട് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ അപ്പു പറഞ്ഞു. ഇപ്പോൾ ഈ നിമിഷം സോണിയുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞുകൊണ്ടിരുന്നത് സന്തോഷം കൊണ്ട് മാത്രമായിരുന്നു.